നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. യേശുവിൻ്റെ വസ്ത്രം പങ്കുവയ്ക്കുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 23-ഉം 24-ഉം വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. പടയാളികൾ യേശുവിനെ ക്രൂശിച്ച ശേഷം അവന്റെ വസ്ത്രം എടുത്ത് ഓരോ പടയാളിക്ക് ഓരോ പങ്കായിട്ട് 4 പങ്കാക്കി അങ്കിയും എടുത്തു. അങ്കിയോ തുന്നൽ ഇല്ലാതെ മേൽതൊട്ട് അടിയോളം മുഴുവനും നെയ്തതായിരുന്നു. ഇത് കീറരുത്, ആർക്കു വരുമെന്ന് ചീട്ടിടുക എന്ന് അവർ തമ്മിൽ പറഞ്ഞു. എന്റെ വസ്ത്രം അവർ പകുത്തെടുത്തു, എന്റെ അങ്കിക്കായി ചീട്ടിടുന്നു എന്നുള്ള തിരുവെഴുത്തിന് ഇതിനാൽ നിവൃത്തി വന്നു. പടയാളികൾ ഇങ്ങനെയൊക്കെയും ചെയ്തു. നമ്മുടെ കർത്താവിനെ ക്രൂശിക്കുന്ന സമയത്ത് പടയാളികൾ ചെയ്ത ഒരു കാര്യമാണ് യേശുവിൻ്റെ വസ്ത്രം ഓരോരുത്തരെടുക്കുക. കാൽച്ചട്ടയുണ്ട്, ഉള്ളങ്കിയുണ്ട്, ഒരുപക്ഷെ ഒരു ഷാള് കാണും. തണുപ്പുള്ള സമയമായതുകൊണ്ട് തണുപ്പിന് പറ്റിയ നിലയിലുള്ള വസ്ത്രം കാണും. പിന്നെ ഒരു മേലങ്കി ഉണ്ട്. ഈ പടയാളികൾ ചെയ്തത് അത് ഓരോരുത്തരിന് വേണ്ടി ചീട്ടിട്ടു. അങ്ങനെ ആ ചീട്ട് വീണവർക്ക് ആ വസ്ത്രം ലഭിക്കാനിടയായി. എന്നാൽ അങ്കിയുടെ കാര്യത്തിൽ അവർ പറഞ്ഞു, അങ്കി കീറണ്ട, അത് ആർക്കെങ്കിലും ഒരാൾക്ക് കിട്ടത്തക്കവണ്ണം അതിനും ചീട്ടിടാം. ഇവിടെ രസകരമായ ഒരു കാര്യം, റോമ ഗവൺമെൻറ് ഭരിക്കുന്ന അക്കാലത്ത് റോമക്കാരായ പടയാളികൾക്ക് നല്ല ശമ്പളമുണ്ട്. കാരണം യോഹന്നാൻ സ്നാപകൻ അത് പറഞ്ഞിരുന്നു, നിങ്ങളുടെ ശമ്പളം മതി എന്ന് വെപ്പീനെന്ന്. നല്ല ശമ്പളമുണ്ട്. അങ്ങനെ നല്ല ശമ്പളമുള്ള ഈ റോമ പടയാളികൾ അവരെന്തിനാണ് യേശുവിൻ്റെ വസ്ത്രം ഓരോരുത്തരും ഓരോന്ന് കിട്ടത്തക്കവണ്ണം നമുക്കെടുക്കാം എന്ന് പറഞ്ഞ് അവരത് ചീട്ടിടാനിടയായത്? തീർച്ചയായിട്ടും അവരുടെ വീട്ടിൽ ആവശ്യത്തിന് വസ്ത്രങ്ങൾ അവർക്കുണ്ട്. അവർ നല്ല ശമ്പളമുള്ള ആളുകളാണ്. പിന്നെന്തിനാണ് അവർ ഈ ദാരിദ്ര്യപ്പണി കാണിക്കുന്നത്? ഒരുപക്ഷെ ഒരാൾക്കൊരു ബനിയനായിരിക്കും കിട്ടുന്നത്, മറ്റൊരാൾക്കൊരു ഷഡ്ഡിയായിരിക്കും കിട്ടുന്നത്. എന്തിനാണ് ഇവരിങ്ങനെ ചീട്ട് ഇട്ടത്? പ്രിയപ്പെട്ടവരെ, അവരൊരു പക്ഷേ അത് വീട്ടിൽ കൊണ്ടുപോയി കഴുകി ഉപയോഗിക്കാനൊന്നും പോകുന്നില്ലായിരിക്കാം. ഒരുപക്ഷെ അവർക്കത് ചേരുക പോലും ഇല്ലായിരിക്കാം. പക്ഷേ ഇത് 1000 വർഷം മുമ്പ് എഴുതിയ ഒരു പ്രവചനത്തിൻ്റെ നിവൃത്തിയായിരുന്നുവെന്ന് അവരാരും അറിഞ്ഞില്ല. 22-ാം സങ്കീർത്തനത്തിൽ, അത് ദാവീദ് എഴുതിയ ഒരു സങ്കീർത്തനമാണ്. ആ 22-ാം സങ്കീർത്തനത്തിൻ്റെ 17-ാം വാക്യം ഞാൻ വായിച്ച് കേൾപ്പിക്കുന്നു. എൻ്റെ വസ്ത്രം അവർ പകുത്തെടുത്തു, എൻ്റെ അങ്കിക്കായി അവർ ചീട്ടെടുത്തു. ഇത് 22-ാം സങ്കീർത്തനം. അത് ദാവീദ് ക്രിസ്തു ജനിക്കുന്നതിന് 1000 വർഷം മുമ്പ് എഴുതിയതാണ്. നമുക്കറിയാം, ദാവീദിൻ്റെ വസ്ത്രം ആരും പകുത്തെടുത്തിട്ടില്ല. ദാവീദിൻ്റെ അങ്കിക്കായിട്ട് ആരും ചീട്ട് ഇട്ടിട്ടുമില്ല. ഇത് ദൈവം മനുഷ്യനാകാൻ പോകുന്ന യേശുവിൻ്റെ കാര്യം. ഇത് പ്രവാചകൻ ദാവീദ് എന്ന പ്രവാചകൻ പരിശുദ്ധാത്മ നിയോഗത്തിൽ എഴുതുകയാണ്. ഇതിന് തുല്യമായ ഒരു സംഭവം സ്തേഫാനോസിനെ കല്ലെറിഞ്ഞപ്പോഴും ഉണ്ട്. കല്ലെറിഞ്ഞ ആളുകളുടെ വസ്ത്രത്തിൽ ചോര തെറിക്കാതിരിക്കാൻ അവരുടെ മേലങ്കി ആയിരിക്കാം അതൂരി അത് ശൗലിനെയാണ് ഏൽപ്പിച്ചത്. ശൗൽ അവരുടെ വസ്ത്രം കാത്തുകൊണ്ട് ഇരിക്കുകയായിരുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. ഒരു മനുഷ്യജീവൻ പൊലിയുകയാണ്. പക്ഷെ അവർക്ക് ജീവനേക്കാൾ വലിയത് വസ്ത്രമാണ്. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ്റെ മൂല്യബോധം അത്രയേ ഉള്ളൂ. ഇവിടെ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി നഗ്നനാകുകയാണ്. അവൻ്റെ വസ്ത്രം 4 പേർക്കായി 4 പങ്കാക്കി മേലങ്കി ഒരാൾക്ക് കിട്ടുവാൻ അത് ചീട്ടിടുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിൻ്റെ ജനനവും ജീവിതവും പ്രസംഗവും അതുപോലെ എല്ലാം
അവസാനം യേശുവിൻ്റെ ചരിത്രത്തിലുണ്ടായിരുന്ന ആ തുണി സംബന്ധിച്ച് പോലും ദൈവം വർഷങ്ങൾക്ക് മുമ്പേ പ്രവാചകന്മാരിലൂടെ പറഞ്ഞതൊക്കെ നിവർത്തിച്ചുകൊണ്ടാണ് യേശു ജനിച്ചത്, ജീവിച്ചത്, മരിച്ചത്. പ്രിയപ്പെട്ടവരെ, നമ്മളെ നീതിയുടെ വസ്ത്രം ധരിപ്പിക്കാനാണ് യേശു നഗ്നനായി തീർന്നത് എന്നുള്ളത് നമുക്ക് ഓർത്ത് കർത്താവിനോട് നന്ദി പറയാം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.